بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടത്തെ ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മശിയത്തുമായി ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെയും മറ്റ് ക്രമീകരണങ്ങളുടെയും കാര്യങ്ങൾ ബന്ധിച്ചിരിക്കുകയാണ്. ഇതുപോലെ മനുഷ്യന്റെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ബന്ധം റൂഹ് അഥവാ ജീവനുമായിട്ടാണ്. മനുഷ്യന്റെ ഉള്ളിൽ ജീവനുണ്ട് എങ്കിൽ നാവ് സംസാരിക്കും, കൈ പിടിക്കും, കാല് നടക്കും, അവയവങ്ങൾ പ്രവർത്തിക്കും. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അവന്റെ മശിയത്ത് അഥവാ തീരുമാനവുമായി ബന്ധിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ആകാശവും ഭൂമിയും ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വ സൃഷ്ടിചരാചരങ്ങളും ഇതല്ലാത്ത എന്തെല്ലാം സൃഷ്ടികളുണ്ടോ എല്ലാം പടക്കപ്പെട്ടത്. ഇതുപോലെ ഈ സൃഷ്ടികളിൽ നിന്ന് എന്തെല്ലാം പ്രതിഫലനങ്ങൾ നാം കാണുകയും അറിയുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അറിയാത്ത എന്തെല്ലാം പ്രതിഫലനങ്ങൾ ഈ സൃഷ്ടികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നുമുണ്ടോ എല്ലാം അല്ലാഹുവിന്റെ മശിയത്ത് തീരുമാനപ്രകാരമാണ്. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും വസ്തുക്കളും അല്ലാഹുവിന്റെ മശിയത്ത് അഥവാ തീരുമാനത്തിന് മുന്നിൽ കാലിയായ ഗ്ലാസ് പോലെയാണ്. ഗ്ലാസ് കാലിയാണ്. അതിൻ്റെ ഉള്ളിൽ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളമായിരിക്കും ഉണ്ടാകുക. അതിൻ്റെ ഉള്ളിൽ ജ്യൂസ് ഒഴിച്ചു വെച്ചു കഴിഞ്ഞാൽ ജ്യൂസായിരിക്കും ഉണ്ടാകുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ പാലൊഴിച്ചു വെച്ചു കഴിഞ്ഞാൽ പാലായിരിക്കും ഉണ്ടാകുന്നത്. ഇതുപോലെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും വസ്തുക്കളും അല്ലാഹുവിൻ്റെ അപാരമായ മശിയത്തിൻ്റെ മുന്നിൽ കാലിയായ ഗ്ലാസ്. അതിൻ്റെ ഉള്ളിൽ അല്ലാഹു എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും ആ സൃഷ്ടിയും വസ്തുവും പ്രതിഫലിപ്പിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ തീ അല്ലാഹുവിൻ്റെ അപാരമായ മശിയത്തിന് മുന്നിൽ കാലിയായ ഗ്ലാസ്. അതിൻ്റെ ഉള്ളിൽ അല്ലാഹു ചൂടിനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീയിൽ നിന്ന് ചൂട് കിട്ടും. ഇനി അതിൻ്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കരിക്കാനുള്ള ശക്തിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീയിലേക്ക് വീഴുന്ന വസ്തുക്കൾ കരിഞ്ഞമർന്നു പോകും. ഇനി അതിൻ്റെ ഉള്ളിൽ അല്ലാഹു തണുപ്പിനെയും രക്ഷയെയും തീരുമാനിക്കുന്നു എങ്കിൽ അതിൽ നിന്ന് തണുപ്പും രക്ഷയുമായിരിക്കും ലഭ്യമാകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീയോട് നിർദ്ദേശിക്കുകയുണ്ടായി, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഈ തീയെ നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ തണുപ്പും രക്ഷയും ഉള്ളതായി തീരുക. കേവലം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ മാത്രമല്ല ഇങ്ങനെ ഒരു അത്ഭുത സിദ്ധി നടന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തികളിൽപ്പെട്ട അബൂ മുസ്ലിം അൽ ഖൗലാനിയുടെ വിഷയത്തിലും ഇങ്ങനെ ഒരു സംഭവം നടക്കുകയുണ്ടായി. അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം വളരെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായിരുന്നയാളാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി. എന്നാൽ നബിതങ്ങളെ കാണുകയോ നബിതങ്ങളുടെ സഹവാസത്തിൽ കഴിയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സഹാബിയല്ല, അങ്ങനെയുള്ള ആൾക്കാരെ ചരിത്രത്തിൽ മുഖ്ലറമീങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
ഉവൈസുൽ ഖർണിയെ പോലെ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അബൂ മുസ്ലിമുൽ ഖൗലാനി. യമനിന്റെ സൻആ എന്ന് പറയുന്ന പ്രവിശ്യയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ യമനിന്റെ സൻആ എന്ന് പറയുന്ന പ്രവിശ്യയിൽ അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകൻ രംഗപ്രവേശനം ചെയ്തു. അദ്ദേഹത്തിന്റെ വാദഗതിയെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ധാരാളം പേർ അദ്ദേഹത്തിന്റെ വാദത്തെ അംഗീകരിക്കുകയും ചെയ്തു. അബൂ മുസ്ലിമുൽ ഖൗലാനി അംഗീകരിക്കില്ല എന്ന് മനസ്സിലായപ്പോ അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകൻ യമനിന്റെ സൻആ എന്ന് പറയുന്ന പ്രവിശ്യയിൽ വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി. ആ തീക്കുണ്ടാരത്തിന്റെ അടുക്കൽ അദ്ദേഹം ഒരു കസേരയിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കിങ്കരന്മാരെ ഒക്കെ അവിടെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഒരു ചിലരെ അയച്ചിട്ട് അബൂ മുസ്ലിമുൽ ഖൗലാനിയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിച്ചു. അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ കിങ്കരന്മാര് അബൂ മുസ്ലിമുൽ ഖൗലാനി അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകന്റെ സവിധത്തിൽ ഹാജരാക്കി. അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകൻ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ കണ്ട മാത്രയിൽ തന്നെ ചോദിച്ചു, മാദാ തശ്ഹദു, എന്താ നീ സാക്ഷിത്വം വഹിക്കുന്നത്? അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകൻ ചോദിച്ചു, അത്തശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞു, എന്റെ ചെവിക്ക് ഭദ്രത ബാധിച്ചു എന്നാ തോന്നുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് എന്ന് കൂടി ഞാൻ കേൾക്കുന്നില്ല. അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകന് മനസ്സിലായി അബൂ മുസ്ലിമുൽ ഖൗലാനി തന്റെ വാദത്തെ അംഗീകരിക്കില്ല. അദ്ദേഹത്തിന്റെ കിങ്കരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിനെ ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചിടുക. അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകന്റെ കിങ്കരന്മാർ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ വലിച്ച് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. ആ തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ കിടക്കുകയാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി. അദ്ദേഹത്തിന്റെ ഒരു രോമത്തെ പോലും ആ തീക്കുണ്ടാരത്തിന് കരിക്കാൻ കഴിഞ്ഞില്ല. തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ നിന്ന് നടന്ന് തീക്കുണ്ടാരത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനിയെ കണ്ടപ്പോൾ അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകന് മനസ്സിലായി, എന്റെ കള്ളി വെളിച്ചത്തായിരിക്കുകയാണ്. അദ്ദേഹം സൻആ എന്ന് പറയുന്ന പ്രവിശ്യ വിട്ട് വേറൊരു ഭാഗത്തേക്ക് നീങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലമായപ്പോൾ ഈ അബൂ മുസ്ലിമുൽ ഖൗലാനി യമനിന്റെ സൻആ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്നും മദീനയിൽ വന്നു. മസ്ജിദുൻ നബവിയിൽ വന്ന് നമസ്കാരം നിർവഹിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പരദേശിയായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? ഞാൻ യമനിന്റെ സൻആ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്ന് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യമനിന്റെ സൻആയിലായിരുന്നല്ലോ അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ഒരു മുസ്ലിമായ മനുഷ്യനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചിടുകയും തീക്കുണ്ടാരത്തിൽ നിന്ന് അദ്ദേഹം സുരക്ഷിതനാകുകയും രക്ഷപ്പെടുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞു, ഹുവ ബിഖൈർ, അദ്ദേഹം നല്ല അവസ്ഥയിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അൻത, നിങ്ങളാണോ അത്? അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ്. ഇത് കേൾക്കേണ്ടുന്ന താമസം ഉമർ റളിയല്ലാഹു അൻഹു അബൂ മുസ്ലിമുൽ ഖൗലാനിയെ വാരിപ്പുണരുകയും അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ ചുടുചുംബനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ വധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻജൽ ഉമ്മത മിൻ ഫിത്നതിഹി, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലാഹു ഉമ്മത്തിനെ അവന്റെ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അൽഹംദുലില്ലാഹില്ലദീ അറാനി ബിശഖ്സിൻ ഫുഇല ബിഹി കമാ ഫുഇല ബിഖലീലിഹി ഇബ്രാഹിം. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലാഹു എനിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നടത്തിയ പ്രവൃത്തി പോലുള്ള ഒരു കാര്യം നടത്തിയ ഒരാളെ കാണിച്ചു തന്നല്ലോ.
അബൂ മുസ്ലിം അൽ ഖൗലാനിയുടെ ഒരു രോമത്തെ പോലും തീ കുണ്ടാരത്തിന് കരിക്കാൻ കഴിഞ്ഞില്ല. തീ അള്ളാഹുവിന്റെ അപാരമായ മശിയത്ത് അഥവാ തീരുമാനത്തിന് മുന്നിൽ കാലിയായ ഗ്ലാസ്, അതിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂടിനെ തീരുമാനിക്കുന്നു എങ്കിൽ ആ തീയിൽ നിന്ന് ചൂട് കിട്ടും. ഇനി അതിന്റെ ഉള്ളിൽ അല്ലാഹു കരിക്കാനുള്ള ശക്തിയെ തീരുമാനിക്കുന്നു എങ്കിൽ അതിലേക്ക് വീഴുന്ന വസ്തുക്കൾ കരിഞ്ഞമർന്നു പോകും. ഇനി അതിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തണുപ്പും രക്ഷയുമാണ് തീരുമാനിക്കുന്നത് എങ്കിൽ ആ തീയിൽ നിന്ന് തണുപ്പും രക്ഷയുമായിരിക്കും ലഭിക്കുന്നത്. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും വസ്തുക്കളും അള്ളാഹുവിന്റെ അപാരമായ മശീയത്തിന് മുന്നിൽ കാലിയായ ഗ്ലാസ്. സാധാരണയായി നമ്മൾ കാണുന്നത് വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു മനുഷ്യൻ മുങ്ങി മരിക്കുന്നതാണ്, പുഴയിലേക്ക് അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് അല്ലെങ്കിൽ കൂടിയ വെള്ളമുള്ള സ്ഥലത്തിലേക്ക്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലിയരും ചെങ്കടലിലൂടെയാണ് നടന്നുപോയത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവും സംഘവും ദജ്ല നദിയിലൂടെയാണ് കടന്ന് മദായിനിലെത്തിയത്. അന്ന് മദായിൻ പേർഷ്യയുടെ തലസ്ഥാനമായിരുന്നു. അന്ന് പേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളായിരുന്നു. ഈ പേർഷ്യയുടെ തലസ്ഥാന നഗരിയായ മദായിനിലേക്ക് സഹാബാക്കൾ പുറപ്പെടേണ്ടുന്നത് ദജ്ല നദി കടന്നിട്ട് വേണം. ശത്രുക്കൾക്ക് ഇത് മനസ്സിലായപ്പോ ദജ്ല നദിയിലൂടെ സഞ്ചരിക്കാനുള്ള മുഴുവൻ മാർഗങ്ങളും അവരില്ലായ്മ ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബിമാര് ദജ്ല നദിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. രാത്രി സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കാണുകയാണ് ദജ്ല നദിയിലൂടെ അദ്ദേഹവും സംഘവും കടന്നു പോകുന്നതായി. അന്ന് ദജ്ല നദിയാണ് എങ്കിൽ മഴ വർഷിച്ചതിന്റെ പേരിൽ കര കവിഞ്ഞൊഴുകുകയാണ്, വെള്ളം കൂടുതലാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സംഘത്തിലുണ്ടായിരുന്ന 60,000-ഓളം പേരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുതിരകളുമായി ദജ്ല നദിയുടെ മുകളിലൂടെ സഞ്ചരിക്കാൻ തയ്യാറുണ്ടോ? ഒരാൾ പോലും പറഞ്ഞില്ല. അമീർ ആദ്യം ഇറങ്ങി, നിങ്ങൾ മുങ്ങി നശിക്കത്തില്ലെങ്കിൽ ഞങ്ങളും കൂട്ടത്തിൽ വരാം. എല്ലാവരും സന്നദ്ധരായി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു എല്ലാവരോടും പറഞ്ഞു, ഈ ദുആ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വാഹനങ്ങളുമായി ദജ്ല നദിയിലൂടെ സഞ്ചരിച്ച് നീങ്ങാൻ. നസ്തഈനു ബില്ലാഹി വനതവക്കലു അലൈഹി ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വല്ലാഹി ലയൻസുറന്നല്ലാഹു വലിയഹു വലയുദ്ഹിറന്ന ദീനഹു വലയുഹ്സിമന്ന അദുവഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹുവിനോട് ഞങ്ങൾ സഹായമിരക്കുന്നു, അല്ലാഹുവിന്റെ മേൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അർപ്പിക്കുന്നു. നമുക്ക് അല്ലാഹു മതിയായവനാണ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹു അവന്റെ സ്നേഹിതന്മാരെ സഹായിക്കും, അവന്റെ ദീനിനെ വിജയിപ്പിക്കും, അവന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബിമാരും അന്ന് സഹാബാക്കളുടെ സംഘത്തിലുണ്ടായിരുന്ന ഓരോരുത്തരും ഈ ദുആ പറഞ്ഞുകൊണ്ട് കുതിരകളുമായി ദജ്ല നദിയിലൂടെ സഞ്ചരിക്കുകയാണ്. സാധാരണയായി ഉറപ്പുള്ള പ്രദേശങ്ങളിലൂടെ കുതിര സഞ്ചരിക്കുമ്പോൾ അതിന്റെ കുളമ്പടി ശബ്ദം കേട്ടുകൊണ്ട് ഠക് ഠക് എന്ന ശബ്ദം കേൾക്കുന്നത് പോലെ അവര് ആ ജലാശയത്തിലൂടെ നടന്നു പോകുമ്പോഴും കുതിരകളുടെ കുളമ്പടി ശബ്ദം കേൾക്കുകയുണ്ടായി. എല്ലാവരും സുരക്ഷിതമായി കരയിലെത്തി, മദായിനിലെത്തി. ഒരു കൂട്ടുകാരന്റെ പാത്രം വെള്ളത്തിലായി പോയി. എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ പാത്രം മാത്രം വെള്ളത്തിലായി പോയി. അദ്ദേഹം ആ കരയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി, വല്ലാഹി ഇന്നി ലഅലാ ഹാലത്തിൻ മാ കാന അല്ലാഹു യസ്ലിമുനി ഖദ്ഇ മിൻ ബൈനിൽ അസ്കർ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ഇതുപോലെ തന്നെ നിലയുറപ്പിക്കും ഈ സംഘത്തിന്റെ ഇടയിലേക്ക് എന്റെ പാത്രത്തിനെ അള്ളാഹു വലിച്ചു കൊണ്ടുവരുന്നത് വരെ. ഒരു തിരമാല വന്നു, ആ സഹാബിയുടെ പാത്രവും കരക്കടിഞ്ഞു. യഥാർത്ഥത്തിൽ പുഴകളും സമുദ്രവും അള്ളാഹുവിന്റെ മശീയത്തിന് മുന്നിൽ കാലിയായ ഗ്ലാസ്, അതിന്റെ ഉള്ളിൽ അള്ളാഹു മുക്കി നശിപ്പിക്കാനുള്ള തീരുമാനം നൽകിയാലേ അതിലേക്ക് വീഴുന്ന മനുഷ്യര് മുങ്ങി നശിക്കുകയുള്ളൂ. ഇങ്ങനെ ലോകത്തുള്ള ഏത് സൃഷ്ടികൾ എടുത്തു കഴിഞ്ഞാലും, ഭക്ഷണമാകട്ടെ, വെള്ളമാകട്ടെ, മരുന്നാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, എല്ലാം അള്ളാഹുവിന്റെ മശീയത്ത് തീരുമാനത്തിന് മുന്നിൽ കാലിയായ ഗ്ലാസ്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഭക്ഷണത്തിലൂടെ ആരോഗ്യം കിട്ടുന്നത്,
അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് മരുന്നിലൂടെ രോഗശമനം കിട്ടുന്നത്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് സൂര്യന്റെ പ്രകാശം കിട്ടുന്നത്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് പുഷ്പങ്ങളിൽ നിന്ന് സുഗന്ധം കിട്ടുന്നത്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് പഴവർഗ്ഗങ്ങളിൽ നിന്ന് മധുരവും രസവും ലഭിക്കുന്നത്. ഇങ്ങനെ മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിന്റെ മശീയത്ത് അനുസരിച്ചാണ് കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും അറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അള്ളാഹുവാണ് എല്ലാ സൃഷ്ടികളെയും പടച്ചവൻ എന്നു മാത്രമല്ല, സൃഷ്ടികളിൽ നിന്ന് എന്തെല്ലാം പ്രതിഫലനങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ, കണ്ണിന്റെ നോട്ടമാകട്ടെ, നാവിന്റെ സംസാരമാകട്ടെ, ചെവിയുടെ കേൾവിയാകട്ടെ, അവയവങ്ങളുടെ ചലനമാകട്ടെ, മസ്തിഷ്കത്തിന്റെ ചിന്താശക്തിയാകട്ടെ, ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ഒരു യഹൂദി അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയുണ്ടായി, മുഹമ്മദേ, നിങ്ങൾ ഇങ്ങനെ പറയുന്നു എല്ലാം അള്ളാഹിന്റെ തീരുമാനപ്രകാരമാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യഹൂദിയോട് കുറച്ച് തറപ്പിച്ചു തന്നെ പറഞ്ഞു, അതെ, അൽ മശിയ്യത്തുലില്ലാഹ്, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് സംഭവിക്കുന്നത്. ആ യഹൂദി നിബിധങ്ങളെ ഒന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നു, ഇന്നി അശാഉ അൻ അഖുദ, അല്ല തീരുമാനിക്കാതെ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഷാ അല്ലാഹു അൻ തഖുദ, അല്ല നീ ഇരിക്കണം എന്ന് തീരുമാനിച്ചു, അതുകൊണ്ടായിരുന്നത്. ആ യഹൂദി വീണ്ടും നബിതങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇന്നി അശാഉ അൻ അഖൂമ, അല്ല തീരുമാനിക്കാതെ എന്റെ തീരുമാനപ്രകാരം ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഷാ അല്ലാഹു അൻ തഖൂമ, ഇത് ചേർന്നിരുന്നു. അപേക്ഷിക്കുന്ന വരുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ചേർന്നിരുന്നു. മാഷാ അല്ലാഹു അൻ തഖൂമ, അല്ലാഹു നിൽക്കണം എന്ന് തീരുമാനിച്ചു, അതുകൊണ്ടാണ് നിന്നത്. ആ യഹൂദി വീണ്ടും നബിതങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു ഈന്തപ്പന വൃക്ഷത്തിലേക്ക് സൂചന നൽകിയിട്ട് പറഞ്ഞു, ഇന്നി അശാഉ അൻ നഖ്ത ഹാദിഹി നഖ്ല, ഞാൻ അല്ല തീരുമാനിക്കാതെ എന്റെ ഇഷ്ടപ്രകാരം ആ കാണുന്ന ഈന്തപ്പന വൃക്ഷത്തെ മുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഷാ അല്ലാഹു അൻ തഖ്തഅഹാ, അല്ലാഹു നീ ആ ഈന്തപ്പന വൃക്ഷം മുറിക്കണം എന്ന് തീരുമാനിച്ചാൽ മുറിക്കില്ലെങ്കിൽ മുറിക്കാൻ കഴിയില്ല. ആ യഹൂദി വീണ്ടും നബിതങ്ങളോട് പറഞ്ഞു, ഇന്നി അശാഉ അൻ അത്റുകഹ, ആ ഈന്തപ്പന വൃക്ഷത്തെ മുറിക്കാതെ അങ്ങനെ തന്നെ മുരടോടെ അവശേഷിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഷാ അല്ലാഹു അൻ തത്റുകഹ, അല്ലാഹു നീ അങ്ങനെ തന്നെ മുരടോടെ അതിനെ ഉപേക്ഷിക്കണം എന്ന് തീരുമാനിച്ചു, അതുകൊണ്ടാണ് നീ മുറിക്കാതെ അങ്ങനെ തന്നെ വിട്ടുകളഞ്ഞത്. ഇത്രയുമായപ്പോൾ നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അത്ഭുതകരമായ തെളിവ് തോന്നിച്ചു തന്നിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളുടെ മസ്തിഷ്കം തട്ടി ഉണർത്തുന്നതിനു വേണ്ടി ചന്ദ്രനിലേക്കും നക്ഷത്രങ്ങളിലേക്കും സൂര്യനിലേക്കും നോക്കിയിട്ട് ഇതൊക്കെ എന്റെ ഇലാഹാണ് എന്ന് പ്രഖ്യാപിക്കുകയും അവകളൊക്കെ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥായിയായി നിലനിൽപ്പില്ലാത്തതൊന്നും ഇലാഹാകാൻ യോഗ്യതയുള്ളതല്ല, അതുകൊണ്ട് എന്നെന്നും നിലനിൽക്കുന്ന അള്ളാഹു മാത്രമാണ് ഇലാഹി എന്ന് പ്രഖ്യാപിച്ചു. ഇതുപോലെ അള്ളാഹു നിങ്ങൾക്ക് അത്ഭുതകരമായ തെളിവാണല്ലോ തോന്നിച്ചു തന്നത്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മോദി കേൾപ്പിക്കുകയാണ്, മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ വബിഇദ്നില്ലാഹ് വലിയുഖ്സിയൽ ഫാസിഖീൻ. മാ ഖതഅതും മിൻ ലീനത്തിൻ, നിങ്ങൾ ഈന്തപ്പന വൃക്ഷത്തെ മുറിച്ചാലും ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ, ആ ഈന്തപ്പന വൃക്ഷത്തെ മുറിക്കാതെ മുരടോടെ അങ്ങനെ തന്നെ അവശേഷിപ്പിച്ചാലും വബിഇദ്നില്ലാഹ്, ഇത് രണ്ടും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ
ലോകത്തുള്ള മുഴുവൻ അധികാരി വർഗത്തിന്റെയും അധിപൻ അല്ലാഹുവാണ്. അവൻ ഉദ്ദേശിക്കുന്നവരുടെ കരങ്ങളിലേക്കാണ് അധികാരത്തിന്റെ ചെങ്കോല് നൽകുന്നത്. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും അധികാരം നൽകുന്നവൻ അല്ലാഹുവാണ്. അവന്റെ തീരുമാനപ്രകാരമാണ്. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ മശിയത്ത് തീരുമാനപ്രകാരമാണ് എങ്കിൽ ഈ തീരുമാനം നമുക്ക് അനുകൂലമായി കഴിഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് സ്വൈരമാണ്, സമാധാനമാണ്, നാളെ ആഖിറത്തിൽ നമുക്ക് വിജയമാണ്. ഈ മശിയത്ത് നമുക്ക് എങ്ങനെയാ അനുകൂലമാക്കി എടുക്കാൻ കഴിയുന്നത്? ഈ അല്ലാഹുവിന്റെ തീരുമാനം എങ്ങനെയാ നമുക്ക് അനുകൂലമായി കിട്ടുന്നത്? അതിനുവേണ്ടി അല്ലാഹു നമുക്ക് നൽകിയ ബൃഹത്തായ സംവിധാനത്തിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. ഇസ്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ തീരുമാനം നമുക്ക് അനുകൂലമായി തീരും. അല്ലാഹുവിന്റെ നുസ്രത്തിന്റെ സഹായം നമുക്ക് അനുകൂലമായി തീരും. അല്ലാഹുവിന്റെ എല്ലാ തീരുമാനങ്ങളും ബറക്കത്തിന്റെ തീരുമാനം നമുക്കുണ്ടായിത്തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ സഹാബിമാര് അല്ലാഹുവിന്റെ തീരുമാനം അനുകൂലമാക്കി എടുത്തു. അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് പ്രവാചകന്മാര് ഭാഗ്യമായ സംവിധാനങ്ങളും ഏർപ്പാടുകളും കുറഞ്ഞതിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ മശിയത്ത് അനുകൂലമാക്കി തീർക്കുന്ന ദീനുൽ ഇസ്ലാം ജീവിതത്തിൽ ഉണ്ടാക്കിയപ്പോൾ അല്ലാഹുവിന്റെ തീരുമാനം അവർക്ക് അനുകൂലമായി. ഭാഗ്യമായ ഏർപ്പാടുകൾ ഉണ്ടായിരുന്ന ബാത്തിലിന്റെ ശക്തികൾ പിൽക്കാലത്ത് കൈകാര്യം ചെയ്യപ്പെടുകയും അവരെ ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അല്ലാഹു നന്നായി വർണ്ണിക്കുന്നുണ്ട്. وَرَحْمَتِي وَسِعَتْ كُلَّ شَيْءٍ فَسَأَكْتُبُهَا لِلَّذِينَ يَتَّقُونَ وَيُؤْتُونَ الزَّكَاةَ وَالَّذِينَ هُمْ بِآيَاتِنَا يُؤْمِنُونَ. വറഹ്മതി, എന്റെ കാരുണ്യം, വസിഅത് കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചു കിടക്കുകയാണ്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, 3 ഗുണങ്ങളുള്ളവർക്ക് ഞാൻ നിശ്ചയിക്കും. ഈ 3 ഗുണങ്ങളും ദീനിയായ ഗുണങ്ങളാണ്. ഒന്ന്, ലില്ലദീന യത്തഖൂൻ, ഹൃദയത്തിൽ തഖ്വ സ്ഥാപിച്ചെടുത്തവർ. ഇന്ന് ലോകത്ത് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയൊരു ഗുണമാണ് തഖ്വ. ദീനിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഹറമിൽ പോയി ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ നിർവഹിക്കുന്നുണ്ട്, ആതുര സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിശയുടെ നിശബ്ദതയിൽ ഹറാമായ കാര്യങ്ങൾ നോക്കുന്നു, ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഹൃദയത്തിൽ തഖ്വയില്ല, പേടിയില്ല. പടച്ചവൻ കാണുന്നു എന്ന ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് യാഥാർത്ഥ്യത്തോടുകൂടി ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്ര രാത്രിയും പടച്ചവൻ നമ്മുടെ ചലനങ്ങൾ അറിയുന്നുണ്ട്. ഹുവല്ലവ്വലു വല്ലാഖിറു വല്ലാഹിറു വൽബാത്തിനു വഹുവ ബികുല്ലി ശൈഇൻ അലീം. ഹുവല്ലവ്വലു, അവൻ ആദ്യവും, വല്ലാഖിറു, അവസാനവും, വല്ലാഹിറു, ബാഹ്യവും, വൽബാത്തിനു, ആന്തരികവും, വഹുവ ബികുല്ലി ശൈഇൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളും സവിസ്തരം അറിയുന്നവനാണ്. ഈ ഒരു ചിന്ത ഹൃദയത്തിലുണ്ട് എങ്കിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും പാപത്തിൽ നിന്ന് ജീവിതം പരിശുദ്ധമായിരിക്കും. കാരണം പടച്ചവന്റെ മുന്നിലേക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമുമായി കടന്നു വരുന്നതിന് മുമ്പ് മക്കയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മർസദ് ബിൻ അബീ മർസദ് അൽ ഗനവി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്ത് അനാഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക ദഅവത്തിലൂടെ മർസദ് ബിൻ അബീ മർസദ് അൽ ഗനവി മുസ്ലിമായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു പോയപ്പോൾ മർസദ് ബിൻ അബീ മർസദ് അൽ ഗനവി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു പോയി. വർഷങ്ങൾ പലതും കഴിഞ്ഞു. എന്തോ ആവശ്യത്തിനു വേണ്ടി മക്കയിലേക്ക് വരേണ്ടതായി വന്നു. ജാഹിലിയ കാലത്ത് പ്രണയത്തിലായിരുന്ന അനാഖ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി സന്ധിക്കാൻ അവസരമുണ്ടായി. പാപം ചെയ്യാനുള്ള സാഹചര്യം ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. ആ പെൺകുട്ടിയിൽ നിന്ന് സമ്മർദ്ദവുമുണ്ട്. എന്നാൽ സഹാബി തന്റെ ഹൃദയത്തിൽ ആർജിച്ചെടുത്ത തഖ്വയുടെ പേരിൽ പാപം ചെയ്യാനുള്ള സാഹചര്യമുണ്ടായിരുന്നിട്ടും അള്ളാഹു ഹറാമാക്കിയ കാര്യത്തിൽ നിന്ന് ജീവിതത്തെ പരിശുദ്ധമാക്കി.
ആ പെൺകുട്ടി വീണ്ടും നിർബന്ധിച്ചപ്പോൾ മർസദ് ബിൻ അബീ മർസദ് അൽ ഗനവി പറഞ്ഞു, നീ മദീനയിൽ പോയി മുഹമ്മദിനോട് വിവരം ധരിപ്പിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാം. അനാഖ എന്ന് പറയുന്ന പെൺകുട്ടി മദീനയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഓരത്തും ചാരത്തുമെത്തി. മർസദ് ബിൻ അബീ മർസദ് അൽ ഗനവിയും അവിടെ എത്തി. അന്ന് വരെയും ഇസ്ലാമിൽ വിവാഹത്തിന്റെ വിഷയത്തിൽ കൃത്യമായ ഒരു നിയമവും നിർദ്ദേശവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ സഹാബി മുസ്ലിമായിരിക്കും, ഭാര്യ കാഫിറായിരിക്കും. സഹാബിയത്ത് മുസ്ലിമായിട്ടായിരിക്കും, ഭർത്താവ് കാഫിറായിരിക്കും. എങ്ങനെയായിരുന്നു? ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സമുദായത്തിന് വിവാഹത്തിന്റെ വിഷയത്തിൽ വളരെ കൃത്യമായ നിയമവും നിർദ്ദേശവുമായി സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ആയത്തിൽ അവതരിപ്പിക്കുകയാണ്. ولا تنكحوا المشركات حتى يؤمنا ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون ولا تنكحوا المشركات. മുസ്ലിം യുവ സമൂഹത്തിനോട് വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്, നിങ്ങൾ ഒരിക്കലും മുശ്രിക്കത്തുകളെ കല്യാണം കഴിക്കരുത്. അവരുടെ സൗന്ദര്യം നിങ്ങളുടെ ഹൃദയത്തെ കവർന്നെടുത്തിട്ടുണ്ടാകാം. ഒരിക്കലും മുശ്രിക്കത്തിന് കല്യാണം കഴിക്കരുത്. ശരിയായ സത്യവിശ്വാസത്തിലേക്ക് അവൾ കടന്നു വരുന്നത് വരെ. അതിനേക്കാൾ അഭികാമ്യമായത് ഒരു മുസ്ലിമായ അടിമപ്പെണ്ണുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് നിന്റെ വിചാരങ്ങളെ സായുജ്യമടക്കലാണ്. وَلَأَمَةٌ مُؤْمِنَةٌ خَيْرٌ مِّن مُّشْرِكَةٍ وَلَوْ أَعْجَبَتْكُمْ وَلَا تُنكِحُوا الْمُشْرِكِينَ حَتَّى يُؤْمِنُوا وَلَعَبْدٌ مُّؤْمِنٌ خَيْرٌ مِّن مُّشْرِكٍ وَلَوْ أَعْجَبَكُمْ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിം രക്ഷകർത്താക്കൾക്കും വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനമാണ്, ഒരിക്കലും നിങ്ങളുടെ പെൺമക്കളെ, നിങ്ങളുടെ സഹോദരിമാരെ മുശ്രിക്കീങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത്. അവർ ശരിയായ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് വരെ. ഒരുപക്ഷെ ആ മുശ്രിക്കിന്റെ വിദ്യാഭ്യാസ യോഗ്യത, അയാളുടെ സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ ഹൃദയത്തെ കവർന്നെടുത്തിട്ടുണ്ടാകാം. ഒരിക്കലും മുശ്രിക്കിന് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത്. എന്തുകൊണ്ടാ മുശ്രിക്കത്തിനും മുശ്രിക്കിനും ഒന്നും വിവാഹം ചെയ്തു കൊടുക്കരുത്, വിവാഹം ചെയ്യരുത് എന്ന് പറയുന്നത്? ശിർക്കിന്റെയും കുഫറിന്റെയും കൂട്ടത്തിൽ ഇടകലർന്ന് ജീവിക്കുന്നതിലൂടെ പടിപടിയായി ഹൃദയത്തിൽ കുഫറിനോട് താല്പര്യം ഉണ്ടാവും, ശിർക്കിനോട് താല്പര്യം ഉണ്ടാവും. ഇന്ന് ദിനംപ്രതി നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ കണ്ടുവരുന്ന കാര്യമായി എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത്. ഉലൈക യദഊന ഇലന്നാർ. അവര് നിങ്ങളെ നരകത്തിലേക്കാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. നിങ്ങൾ അറിയൂല, നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് നിങ്ങൾ അവർ വലിച്ചിട്ടേക്കാം. വല്ലാഹു യദഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നി. അല്ലാഹു ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തെയും അവന്റെ സ്വർഗത്തിലേക്ക്, പാപമോചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വയുബയ്യിനു ആയാതിഹി ലിന്നാസി. സൂക്തങ്ങളുടെ ഇടയിൽ അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിശദീകരിക്കുകയും അതിനെ വരച്ചു കാട്ടുകയും ചെയ്യുന്നത് മനുഷ്യർ അതിൽ നിന്ന് ഉത്ബോധനം സിദ്ധിക്കാൻ വേണ്ടിയാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യ സമൂഹത്തിന് വിവാഹത്തിന്റെ വിഷയത്തിൽ വളരെ കൃത്യമായ നിയമവും നിർദ്ദേശവും അല്ലാഹു അവതരിപ്പിച്ചു. ഒരു സഹാബി പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്, എല്ലാ രീതിയിലും പാപം ചെയ്യാനുള്ള സമ്മർദ്ദവുമുണ്ട്. എന്നാൽ ഹൃദയത്തിൽ ആർജിച്ചെടുത്ത തഖ്വ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, പടച്ചവന്റെ മുന്നിൽ ഞാൻ നാളെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന ചിന്ത ആ പാപത്തിൽ നിന്ന് ആ സഹാബിയെ തടുക്കുകയില്ല. ഈ തഖ്വ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായി എങ്കിലേ കണ്ണ് ഹറാം സൂക്ഷിക്കപ്പെടുകയും ചെവി ഹറാം മ്യൂസിക് കേൾക്കുന്നതിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ.
നാവ് ഹറാമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ, അവയവങ്ങൾ ഹറാമ് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ. എന്നൊരു ഭാഗത്താണ് എങ്കിൽ മനുഷ്യൻ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ധാരാളം സുഹൃത്തങ്ങൾ അമലിസാലിയാത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്ന ഹറാമുകളുണ്ട്. ഒരാളുടെ കയ്യിൽ സഞ്ചിയുണ്ട്, ആ സഞ്ചിയിൽ ഡോളറുണ്ട്, ദിർഹമുണ്ട്, ദിറംസ് ഉണ്ട്, കറൻസി നോട്ടുകളുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന ഡോളറുണ്ട്, ലക്ഷക്കണക്കിന് വരുന്ന ദിർഹമുണ്ട്, ലക്ഷക്കണക്കിന് വരുന്ന ദീനാറുണ്ട്, ലക്ഷക്കണക്കിന് വരുന്ന കറൻസി നോട്ടുണ്ട്. പക്ഷെ അടിയിൽ ദൂരമുണ്ട് എങ്കിൽ ഇതെല്ലാം അതിലൂടെ ചോർന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമസ്കാരമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഹജ്ജുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സക്കാത്തുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആതുര സേവന പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ ഹറാമായ പ്രവണതകളുണ്ട് എങ്കിൽ ഈ പാപങ്ങളുടെ സ്ഥാനങ്ങളിലൂടെ അത് ചോർന്നു പോവുകയാണ്, നമ്മൾ തന്നെ അറിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചോർന്നു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമാൻ വരെയും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത. അള്ളാഹു കാക്കുമാർ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം ഹൃദയത്തിൽ തഖ്വയുണ്ടാക്കലാണ്. രണ്ടാമത് പറയുന്നു അവര് സക്കാത്ത് കൊടുത്തു വിടുന്നവരാണ്. സഹാബാക്കൾ പറയുമായിരുന്നു, ഉമിർനാ ബിസ്സലാത്തി വസ്സകാത്തി വമൻ ലം യുസക്കി ഫലാ സലാത്ത ലഹു. ഞങ്ങളോട് ഖുർആനിൽ നമസ്കാരവും സക്കാത്തും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും സക്കാത്ത് കൊടുക്കുന്നില്ല, നിസ്കരിക്കുന്നു എങ്കിൽ അയാൾക്ക് നിസ്കാരവും ഇല്ല. ഹസ്സിലു അംവാലകും ബിസ്സകാത്തി വദാവു മർലാകും ബിസ്സദഖതി വസ്തഖ്ബിലു അംവാജൽ ബലാഇ ബിദ്ദുആഇ വത്തളറുഇ. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ കോട്ടയിൽ കെട്ടിവെക്കേണ്ടുന്നത് മനോഹരമായ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിട്ടല്ല, അമ്പരച്ചുമ്മനികളായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടല്ല, സക്കാത്താകുന്ന കോട്ടയുടെ ഉള്ളിലാണ് സമ്പത്തിനെ സുരക്ഷിതമാക്കി വെക്കേണ്ടത്. സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമ്പത്ത് അനർഹമായ മാർഗത്തിൽ നഷ്ടപ്പെട്ടു പോകില്ല. മാ തലിഫ മാലുൻ ഫീ ബദ്ദിൻ വലാ ബഹ്റിൻ ഇല്ലാ ബിഹബസി സകാത്തി. കരയിലും കടലിലും ആർക്കെങ്കിലും ഏതെങ്കിലും സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നു എങ്കിൽ സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് സമ്പത്തിനെ സക്കാത്താകുന്ന കോട്ടയുടെ ഉള്ളിൽ നിങ്ങൾ സുരക്ഷിതമാക്കി വെക്കുക. ഓരോ വർഷവും കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് റമദാൻ ആകുമ്പോൾ ഉസ്താദിന് കൊണ്ടുവന്ന് ഒരു 500 രൂപ, മോദി സാഹിബിന് കൊണ്ടുവന്ന് 250 രൂപ കൊടുക്കുന്നത് സക്കാത്തായെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ മൂല്യം അത് ചിലപ്പോൾ കച്ചവടച്ചരക്കാണെങ്കിൽ നമ്മുടെ കടയിൽ എത്ര ചരക്കുകളുണ്ട് എന്ന് നോക്കണം. 10 ലക്ഷം രൂപയുടെ ചരക്കുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 25,000 രൂപയെ കൊടുക്കണം. അല്ലാതെ കടയിലിരിക്കുന്ന അരി കൊടുത്താൽ സക്കാത്താവൂല. ഒരാളുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ആയിട്ട് 20 ലക്ഷം രൂപ ഉണ്ട്, അയാൾ 50,000 രൂപ സക്കാത്ത് കൊടുക്കണം. 40 ലക്ഷം രൂപ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയായിരിക്കും, ആ 40 ലക്ഷത്തിന് 1 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കണം. ഇൻവെസ്റ്റ് ചെയ്തേണ്ട ലാഭവിഹിതം ഉണ്ടെങ്കിൽ അത് വേറെ കൊടുക്കണം. ഇതാ സക്കാത്ത്. وَيُؤْتُونَ الزَّكَاةَ وَالَّذِينَ هُمْ بِآيَاتِنَا يُؤْمِنُونَ. നമ്മുടെ ആയത്തുകളെ വിശ്വസിക്കണം. ആയത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അള്ളാഹുവിന്റെ അസ്തിത്വം സ്ഥിരപ്പെടുത്താൻ വേണ്ടി, അവന്റെ വഹദാനിയത്ത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചിരിക്കുന്ന ധാരാളം ആയത്തുകളുണ്ട്. അതിന് ആലാഉള്ള എന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പക്ഷിപർവാദികൾ, ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ ഇതിലേക്കല്ല വിശ്വാസം കേന്ദ്രീകരിക്കേണ്ടുന്നത്. ഇതിനെ നിർമ്മിച്ച അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയം തിരിയണം. ഇമാം ശാഫിഈ അലൈഹി റഹ്മയോട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്ത് ഒരു ചിലർ സമീപിച്ചു. അള്ളാഹു ആരാണ്? ഇമാം ശാഫിഈ അലൈഹി റഹ്മ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വൃക്ഷത്തിന്റെ ഇലയാ സമർപ്പിച്ചത്. ഒരു വൃക്ഷത്തിന്റെ ഇല ഭക്ഷിക്കുന്ന ചെമ്മരിയാട് അതിന് പകരമായി പാല് നൽകുന്നു. അതേ വൃക്ഷത്തിന്റെ ഇല ഭക്ഷിക്കുന്ന പട്ടുനൂൽ നൽകുന്നു. അതേ വൃക്ഷത്തിന്റെ ഇല ഭക്ഷിക്കുന്ന കസ്തൂരിമാൻ കസ്തൂരി തൈലം നൽകുന്നു. വിസ്മയകരമായി മാറ്റത്തിന് പിന്നിൽ ഒരു അദൃശ്യ ശക്തിയുടെ പ്രവർത്തനം നടന്നു എന്ന് ഏത് ബുദ്ധിയാണ് വിസമ്മതിക്കുന്നത്? ആ അദൃശ്യ ശക്തിയുടെ പേരാണ് അല്ലാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചതൊരു കോഴിമുട്ടയാണ്. നയനമനോഹരമായ ഒരു ഗോളം. അതിന്റെ ഉള്ളിലുള്ള ലായനിയിൽ നിന്ന് പപ്പും കൂടയും കൈകാലുകളും ഉടലുകളുമുള്ള ഒരു ജീവി ജന്മമെടുക്കുകയും
കാലപരിധി പൂർത്തിയാകുമ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് വിരിഞ്ഞു വരികയും ചെയ്യുന്നു. കോഴിമുട്ടയുടെ ഉള്ളിൽ കോഴിക്കുഞ്ഞിന് ജന്മം നൽകിയത് ആരാണ്? കാലപരിധി പൂർത്തിയാകുമ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് അതിനെ വിരിച്ചു കൊണ്ടുവന്നത് ആരാണ്? തീർച്ചയായും ഇതിന് പിന്നിൽ ഒരു അദൃശ്യ ശക്തിയുടെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ആ അദൃശ്യ ശക്തിയുടെ പേരാണ് അല്ലാഹ്. അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു യുക്തിവാദിയുടെ കഥ എഴുതുന്നുണ്ട്. അള്ളയില്ല അള്ളയില്ല എന്ന് വാദിച്ചുകൊണ്ട് ജീവിതം ചെലവഴിച്ച ഒരു നിരീശ്വരവാദി ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മനുഷ്യരുടെ കാൽപാദങ്ങളുടെ അടയാളങ്ങളും ആടുകളുടെയും ഒട്ടകങ്ങളുടെയും കാഷ്ടവും കാണാനിടയായി. അദ്ദേഹത്തിന്റെ മസ്തിഷ്കം മന്ത്രിച്ചു. ഇതിലൂടെ മനുഷ്യരും ആടുകളും ഒട്ടകങ്ങളും നടന്നുപോയിട്ടുണ്ട്. ശേഷം അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിന്റെ ദിശ ശരിയായ വഴിയിലേക്ക് ഗമിക്കുകയായിരുന്നു. ഈ ചെറിയ ചെറിയ അടയാളങ്ങൾ ഇതിലൂടെ മനുഷ്യരും ആടുകളും ഒട്ടകങ്ങളും നടന്നു എന്നതിന് തെളിവാകാമെങ്കിൽ ബൃഹത്തായി ഭൂമി, താരതിവിടമായ നീലാകാശം, തിരതല്ലുന്ന സമുദ്രം, ഇതൊക്കെ ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്നതിലേക്കുള്ള വ്യക്തമായ തെളിവല്ലേ എന്ന് ചിന്തിച്ച അദ്ദേഹം നിരീശ്വരവാദത്തിന്റെ ഇരുളുകളിൽ നിന്ന് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ സിദ്ധികൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 5 വിജ്ഞാന ശാഖകളാണ് ഉള്ളത്. ഒന്ന് ആലാവുള്ള അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ സിദ്ധികൾ. എന്തിനു വേണ്ടിയാ? ഏത് ഗ്രാമത്തിൽ കഴിയുന്നവനും, ഏത് സമുദ്രവാസിക്കും, ഏത് തീരദേശത്ത് താമസിക്കുന്നവനും, ഏത് പട്ടണത്തിൽ താമസിക്കുന്നവനും, ഏത് വിദ്യാസമ്പന്നനും, ഏത് വിദ്യാഭ്യാസമില്ലാത്തവനും, അക്ഷരജ്ഞാനമില്ലാത്തയാൾക്കും ബുദ്ധിയിലും യുക്തിയിലും ഉൾക്കൊള്ളാൻ പര്യാപ്തമായതാണ് ഈ പ്രപഞ്ചമെന്നും. ലോകത്താരും ബാധിച്ചിട്ടില്ല. ഭൂമിയെ സൃഷ്ടിച്ച ഞാനാണെന്ന് ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ ടെക്നോളജി വന്നതിന് ശേഷം ഭൂമി ഇങ്ങനെ ആയത് ആരെങ്കിലും പറയാറുണ്ടോ? അതുകൊണ്ട് അള്ളാഹു ഖുർആനിൽ ആലാഉള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അവന്റെ പ്രപഞ്ചത്തെ നന്നായി വിശദീകരിച്ചിരിക്കുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വൽഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون إن في خلق السماوات والأرض തീർച്ചയായും ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. واختلاف الليل والنهار രാപകലുകൾ മാറി മറിഞ്ഞു വരുന്നതിനുണ്ട്. ആരാ സൃഷ്ടിച്ചിട്ട് ഈ പകൽ രാത്രിയൊക്കെ വരുന്നത്? അല്ലാഹുവിന്റെ തീരുമാനം. والفلك التي تجري في البحر بما ينفع الناس ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന സാധനങ്ങളെയും വഹിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു നീങ്ങുന്ന കപ്പൽ. ടൺ കണക്കിന് ഭാരമുണ്ട്. അതിന്റെ ഉള്ളിൽ ടൺ കണക്കിന് ഭാരമുള്ള സാധനങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കപ്പൽ അറേബ്യൻ സീയാണ്. ഞങ്ങൾ കൊച്ചി തുറമുഖത്ത് നിന്ന് ഒരിക്കൽ മിനിക്കോയി ദ്വീപിൽ പോയി. വൈകുന്നേരം 6 മണിക്ക് കൊച്ചി തുറമുഖത്തിൽ നിന്ന് പുറപ്പെട്ട ആ കപ്പല് രാവിലെ 6 മണിയായപ്പോൾ മിനിക്കോയി ദ്വീപിലെത്തി. രാത്രിയായപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കപ്പലിന്റെ മുകളിൽ കയറി കപ്പിത്താനോട് ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾ 12 മണിക്കൂർ കൊണ്ട് കൊച്ചി തുറമുഖത്ത് നിന്ന് ഈ കപ്പലിനെ മിനിക്കോയി ദ്വീപിലെത്തിക്കുന്നത്? ആ കപ്പിത്താൻ പറഞ്ഞു, കാറ്റിന്റെ ഗതി വിഗതികൾ അനുകൂലമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ ചെയ്യുന്നത്. ഇതിനെ 12 മണിക്കൂർ കൊണ്ട് കൊച്ചി തുറമുഖത്തിൽ നിന്ന് മിനിക്കോയി ദ്വീപിൽ എത്തിക്കേണ്ടുന്നത് ആകാശത്തിന്റെ തമ്പുരാനാണ്. അദ്ദേഹം മുസ്ലിം അല്ല, അദ്ദേഹത്തിന് വരെ അറിയ പടച്ചുണായി ഇത് എത്തിക്കേണ്ടത്. സമുദ്രത്തിൽ അല്ലാഹു കാറ്റിനെ നിശ്ചലമാക്കി കഴിഞ്ഞാൽ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അങ്ങനെ തന്നെ സ്തരിച്ച് സമുദ്രത്തിന്റെ പ്രതലത്തിൽ നിശ്ചലമായി പോകും.
والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വർഷിക്കുന്ന മഴ അല്ലാഹുവിന്റെ അത്ഭുതകരമായ ഒരു സത്യവൈഭവം. ആർക്കാ ഇങ്ങനെ മഴ വർഷിക്കാൻ കഴിയുന്നത്? وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. وأنزلنا من السماء ماء بقدر. വളരെ കൃത്യമായി അളന്നു തൂക്കി ആകാശത്തിൽ നിന്ന് നാം മഴ വർഷിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു നിർദ്ദേശിക്കുന്നില്ല, മഴയുടെ സീസൺ ആകുമ്പോൾ നിങ്ങൾ വെള്ളം സ്വരൂപിച്ചു വെക്കണം. ആ വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതം എത്ര ദുസ്സഹമാകുമായിരുന്നു. എത്ര വലിയ ഏരിയ വേണ്ടി വരും, എത്ര വലിയ ടാങ്ക്, എത്ര വലിയ അണ്ടാവ്, എത്ര വലിയ ബക്കറ്റ്. ഇത് എത്ര ദിവസം ഉപയോഗിക്കും? അള്ളാഹ് പറയാ, ഭൂമിയുടെ ഉള്ളറകളിൽ നാം തന്നെ അതിനെ സ്വരൂപിച്ചു വെക്കുകയാണ്. നിങ്ങൾ കിണർ കുഴിക്കുമ്പോൾ, കുഴൽ കിണർ കുഴിക്കുമ്പോൾ സുലഭമായി വെള്ളം കിട്ടുകയാണ്. തീർച്ചയായും ഭൂമിയുടെ ഉള്ളറകളിൽ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തെ പോക്കിക്കളയാൻ നമുക്ക് കഴിയും. എത്ര ഫിറ്റ് കുഴിച്ചാലും വെള്ളം കിട്ടത്തില്ല. ഹാറൂൻ റഷീദ് ചക്രവർത്തി ദീനിയായ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദാഹം അനുഭവപ്പെട്ടു. ഒരാളോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ചക്രവർത്തിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിന്റെ സവിധത്തിൽ കൊണ്ടുവന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി ഒരുമ്പിട്ടപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന സുലൈമാൻ ബിൻ ഹർബ് എന്ന പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മഹാനായ ചക്രവർത്തി, അങ്ങ് വെള്ളം കുടിക്കാൻ വരട്ടെ, എനിക്ക് അങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ലോകത്ത് ഈ ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ, നിങ്ങൾക്ക് ദാഹം അനുഭവപ്പെട്ടു. എത്ര വില കൊടുത്ത് നിങ്ങൾ ആ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ച് ദാഹം ശമിപ്പിക്കും? ഹാറൂൻ റഷീദ് ചക്രവർത്തി പറഞ്ഞു, പ്രവിശാലമായ ബാഗ്ദാദിന്റെ അധികാര പരിധിയാണ് എനിക്കുള്ളത്. എനിക്ക് ദാഹം അനുഭവപ്പെട്ടു. ലോകത്ത് ഈ ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ എങ്കിൽ ബാഗ്ദാദിന്റെ പകുതി വിലയായി നൽകി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചെന്റെ ദാഹം ശമിപ്പിക്കും. വീണ്ടും സുലൈമാൻ ബിൻ ഹർബ് എന്ന പണ്ഡിതൻ ചോദിച്ചു, ഉള്ളിലേക്ക് പോയ വെള്ളം മൂത്രമായി പുറത്തേക്ക് പോകുന്നില്ല, അതിനെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ ലോകത്ത് ഒരു ഡോക്ടറെ ഉള്ളൂ, എത്ര വിലയായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്നത്? ഹാറൂൻ റഷീദ് ചക്രവർത്തി പറഞ്ഞു, ബാഗ്ദാദിന്റെ അടുത്ത പകുതി വിലയായി നൽകി അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ചികിത്സ തേടി, അദ്ദേഹം ചികിത്സിച്ച് സുഖപ്പെടുത്തി ഞാൻ ഒരു വട്ടം മൂത്രമൊഴിക്കും. സുലൈമാൻ ബിൻ ഹർബ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തി. ഒരു ഗ്ലാസ് വെള്ളവും ഒരു പ്രാവശ്യം മൂത്രമൊഴിക്കലും അതിന്റെ വില പ്രവിശാലമായി ബാഗ്ദാദാണ് എങ്കിൽ ദിനംപ്രതി നിങ്ങൾ എത്രയോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്, എത്രയോ വട്ടം ബുദ്ധിമുട്ട് കൂടാതെ മൂത്രിക്കുന്നുണ്ട്. ഇത് പടച്ചവന്റെ അനുഗ്രഹമല്ലേ? വല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ ലകും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ. സൂറത്തുൻ നഹ്ൽ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ്, അധ്യായമാണ്. ആ സൂറത്തിന്റെ മറ്റൊരു പേര് സൂറത്തുൻ നിഅം എന്നാണ്. നിഅം എന്നത് നിഅമത്ത് എന്ന അറബി പദത്തിന്റെ ബഹുവചനമാണ്. നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹം, നിഅം എന്ന് പറഞ്ഞാൽ ധാരാളം അനുഗ്രഹം. എന്തുകൊണ്ടാ സൂറത്തുൻ നഹ്ലിന് സൂറത്തുൻ നിഅം എന്ന പേര് കിട്ടിയത്? ആ സൂറത്തിൽ അള്ളാഹു മനുഷ്യന് ചെയ്തിരിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ വല്ലാതെ വിവരിച്ചിട്ടുണ്ട്. ശാരീരിക അനുഗ്രഹം, പ്രാപഞ്ചിക അനുഗ്രഹം, ദുന്യവിയായ അനുഗ്രഹം, ദീനിയായ അനുഗ്രഹം, ഭൗതികമായ അനുഗ്രഹം, പാരത്രികമായ അനുഗ്രഹം, ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളെയും സവിസ്തരം വിശദീകരിക്കുന്നത് കൊണ്ടാണ് സൂറത്തുൻ നിഅം എന്ന് പേര് കിട്ടിയിരിക്കുന്നത്. ആ സൂറത്തിൽ അള്ളാഹു അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി വെള്ളത്തെ വിവരിക്കുന്നു. അള്ളാഹു ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ? أنزل من السماء ماء لكم. ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നവനാണ്. മിൻഹു ശറാബുൻ. ആ മഴവെള്ളത്തിൽ നിന്ന് നിങ്ങൾക്ക് കുടിനീരുണ്ട്.
വമിൻഹു ശജറുൻ, ആ മഴവെള്ളത്തിൽ നിന്നാണ് ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നത്. ഫീഹി തുസീമൂൻ, ആ സസ്യങ്ങളെയാണ് നിങ്ങളുടെ നാൽക്കാലികൾ മേയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ് വെള്ളം. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ആ മഴയിലൂടെ നിർജീവമായ ഭൂമി സജീവമാവുകയാണ്. വബസ്ത ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ, ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ചു വിധാനിച്ചിരിക്കുന്ന ജന്തുക്കൾ. വദ്ദിയാഹി, കാറ്റിന്റെ ഗതിമാറ്റം. വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ ഇടയിൽ നിയന്ത്രിച്ചു നിർത്തപ്പെടുന്ന കാർമേഘം. ഇതിലൊക്കെ ആയാത്തിന് ദൃഷ്ടാന്തമുണ്ട്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്തിത്വം, അള്ളാഹുവിന്റെ ദാത്ത്, അല്ലാഹ് ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. ചിന്തിക്കുന്ന ജനസമൂഹം, കുറച്ച് ചിന്തയും ശരിയായ ബുദ്ധിയൊക്കെ ഉണ്ട്. ഒരാളുടെ ചോദിച്ചു 2 2 എത്രയാ? അയാൾ പറഞ്ഞു 3 ആണെന്ന് പറഞ്ഞു. ചേട്ടാ 2 2 3? അതെ 3. 2 2 4 ആണ്. ഞാൻ അംഗീകരിക്കത്തില്ല. പിന്നെ അയാളോട് എന്താ പറയാനുള്ളത്? അയാളുടെ എന്ന് പറഞ്ഞാലും മനസ്സിലാകും. ഇന്ന് ലോകം അങ്ങനെയാണ്. ആടിനെ പട്ടിയാക്കുന്ന ഒരു കാലമുണ്ട്. ഒരു 3 പേര് ചേർന്നിട്ട് ഒരു ആടിനെ നോക്കിയിട്ട് പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന കൗമം. സോഷ്യൽ മീഡിയ ആണല്ലോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദീനിന്റെ പാരമ്യത. അവർ പറയുന്നത് ആ ദീനെന്നാ മനസ്സിലാക്കി വെക്കുന്നത്. ഇതെല്ലാം കബളിപ്പിക്കലാണ്. ആടിനെ പട്ടിയാക്കുന്ന കഥ ഖലീല വ ദിന്ന എന്ന് പറയുന്ന ഒരു കിതാബാണ്, ഇബ്നുൽ മുഖഫഇന്റെ കിതാബ്. അതില് ഒരു പാവപ്പെട്ട മനുഷ്യൻ ആടിനെ വാങ്ങിക്കൊണ്ട് പോകുന്ന സംഭവമുണ്ട്. അതേ ആട് വാങ്ങിക്കൊണ്ട് പോയപ്പോൾ 3 ബിരുദന്മാർ നോക്കുമ്പോൾ നല്ലൊരു കൊറ്റനെ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഇയാൾക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇത് തട്ടിയെടുക്കണം. അങ്ങനെ എന്ത് ചെയ്ത് 3 പേര് സൂത്രമൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ട് 3 പേര് വഴിയിൽ നിന്ന്, അല്ല പൂജാരി, നിങ്ങൾ ഈ ആടുമായിട്ട് എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ പട്ടിയുമായിട്ട് എങ്ങോട്ടാ പോകുന്നത്? പട്ടിയോ? ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയ ആടാണ്. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഇതല്ല, നിങ്ങൾ ഈ ദേവാലയങ്ങളെ പട്ടിയെ വാങ്ങി എന്തിനാ കളങ്കപ്പെടുത്തുന്നത്? ഇത് പട്ടിയോ? ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ആടാണ്. രണ്ടാമത്തെ ആൾ പറഞ്ഞപ്പോൾ ഇതിന് കൺഫ്യൂഷനായി. നോക്കിയപ്പോൾ അത് ആട് തന്നെ. മൂന്നാമത്തെ ആള് പറഞ്ഞ് അല്ലോ ബലിയാടികളുടെ കയറും പിടിച്ച് നടന്ന പൂജാരിമാരിപ്പോൾ പട്ടിയുടെ തുടൽ പിടിച്ചൊന്ന് നടക്കണമല്ല. അപ്പം പൂജാരിക്ക് ഉറപ്പായി ഇത് പട്ടിയാണ്, ആടായിട്ട് എനിക്ക് തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് ഈ കയറ് താഴെ ഇട്ട് നടന്നങ്ങ് പോയി. കുറേ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ആടുമായിട്ട് 3 പേര് മാർക്കറ്റിലേക്ക് പോകും. ലോകം ഇങ്ങനെയാണ്. ഇങ്ങനെ കുറേ ആൾക്കാർ കബളിപ്പിക്കുന്നത് കേട്ടുകൊണ്ട് ന്യൂ ജനറേഷൻ അവരെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, നമ്മളെ കുറ്റക്കാരൻ. കാരണം നമ്മളെന്ത് ചെയ്ത് അവർ നല്ല രീതിയിൽ ഭൗതിക ലോകത്ത് ഇങ്ങനെ ജീവിച്ച് കാണണം. ഇന്ന് മരിക്കാം, നാളെ മരിക്കാം, മറ്റന്നാൾ മരിക്കാം. ഈ ലോകത്ത് നമുക്ക് അടിച്ച് ജീവിക്കണം. അക്ഷരക്കൂട്ടങ്ങളുള്ള ഡിഗ്രി, നല്ല സാലറി, ഇതിൻ്റെ ഇടയിൽ അവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല. കലിമ അറിയത്തില്ല, നിസ്കാരം അറിയത്തില്ല, ഫാത്തിഹ അറിയത്തില്ല, ദീൻ അറിയത്തില്ല. അതുകൊണ്ട് ഖുർആനിൽ അള്ളാഹു വളരെ സരളമായി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തെ വിശദീകരിച്ചു. അപ്പൊ ആയാത്തുകൾ, ഈ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവുകളാണ്. ഇതുപോലെ സൂക്തങ്ങൾ, ഇതിനും ആയത്ത് എന്ന് പറയും. ഈ സൂക്തങ്ങളിൽ അടക്കം ചെയ്തിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയും ഹൃദയം കൊണ്ട് അംഗീകരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ തീരുമാനം നമുക്ക് അനുകൂലമായി കിട്ടുന്നതിന് വേണ്ടിയുള്ള 3 അമലുകളെ പറഞ്ഞത്. 1 തഖ്വ, 2 സക്കാത്ത് കൊടുക്കൽ, 3 അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഹൃദയത്തിൽ വിശ്വാസമായി സ്ഥാപിച്ചു വെക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അദ്ദുനിയാ ഖദ് അദ്ബറത അന്നി, അല്ലാഹുവിന്റെ റസൂലേ ദുനിയാവൊക്കെ തിരിഞ്ഞു നടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സഹാബി പറയുകയാണ്, ഞാൻ എത്ര കച്ചവടം ചെയ്തിട്ട് ലാഭം കിട്ടുന്നില്ല, സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ട് യാതൊരു രക്ഷയില്ല, കടവും കടത്തിന്റെ വട്ടിയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ഒരു അമല് പഠിപ്പിച്ചു കൊടുത്തു, ദീനിന്റെ അമല്.
അള്ളാന്റെ തീരുമാനം അനുകൂലമാക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തതാ. നീ ഉമ്മപ്രഭാതം ഉദിക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 വട്ടം ചൊല്ലണം. ഒന്ന് പറഞ്ഞോ എല്ലാവരും. ഇത് ഇമാം മുവത്ത അദ്ദേഹത്തിന്റെ മാലിക്കിൽ കൊണ്ടുവരുന്ന റിവായത്ത്. വബിഹംദിഹി എന്ന റിവായത്ത് ബുഖാരിയിൽ തന്നെ ഉണ്ട്. സാധാരണ എന്ത് ചെയ്യാറുണ്ട്, ഈ ഉമ്മപ്രഭാതത്തിന്റെ സമയത്ത് പള്ളിയിലൊക്കെ ചൂനപ്പുറം പള്ളിയിൽ കൊണ്ടുവന്നോ അല്ലേ, കേൾക്കാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇത് ആ സമയത്ത് ചെയ്യേണ്ടുന്ന ദിക്റാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ആ സഹാബിയോട് പറഞ്ഞു, ഇന്ന ദുനിയാവ് നിന്നിൽ നിന്ന് തിരിഞ്ഞു കളിക്കുന്നു എങ്കിൽ യഅതീക ദുനിയാ റാഗിബ, ദുനിയാവ് നിന്റെ അടുക്കലേക്ക് ആഗ്രഹിച്ച് നിന്റെ അടുക്കലേക്ക് വന്നണയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ആ സഹാബി ഏതാനും ദിവസങ്ങൾ ചൊല്ലിക്കഴിഞ്ഞു. സഹാബിയുടെ കടം മാറി, സഹാബിയുടെ ബുദ്ധിമുട്ട് മാറി, സഹാബി സാമ്പത്തിക പുരോഗതിയിലായി. നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ഈ സമ്പത്ത് കൊണ്ട് വാങ്ങിയ വസ്തുക്കളൊന്നും വെക്കാൻ വീട്ടിൽ സ്ഥലമില്ല, അത്രയും ഭൗതികമായ വസ്തുക്കൾ കൊണ്ട് വീട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ദീനിലെ ഓരോ അമലുകളിലൂടെയും അള്ളാഹുവിന്റെ തീരുമാനം ഇങ്ങനെ അനുകൂലമാക്കുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ദീൻ ആര് വഴിയാ വന്നത്? പറയും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയാ വന്നിരിക്കുന്നത്. മറ്റ് നബിമാരെക്കാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വലിയ ശക്തിയാ നൽകിയത്. നബി തങ്ങളുടെ കരങ്ങൾ കൊണ്ട് സൂചന നൽകിയപ്പോൾ ചന്ദ്രൻ രണ്ടായി പിളർന്നു മാറി. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മുഅ്ജിസത്താണ്. ഒരു അറാബിയായ മനുഷ്യൻ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണോ ആകാശത്തിൽ നിന്ന് വൃത്താന്തങ്ങൾ വരുന്നു എന്ന് വാദിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ ഞാൻ തന്നെയാ. ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ട് ഞാൻ അംഗീകരിക്കാം. ഈ അറാബി നേരെ ഒരു മലമ്പ്രദേശത്ത് പോയി ഒരു ചത്ത ഉടുമ്പുമായി നബിതങ്ങൾ എടുക്കണം. എന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥ റസൂലാണ് എങ്കിൽ ഈ ചത്ത് കിടക്കുന്ന ഉടുമ്പ് നിങ്ങൾ അള്ളാന്റെ റസൂലാണ് എന്ന് അംഗീകരിക്കും. എങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസാലത്തിന് ഞാൻ അംഗീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് നബി തങ്ങൾ വിളിച്ച്, യാ ലബ്, ഉടുമ്പേ എന്ന് വിളിച്ചു. ഉടുമ്പ് അപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ലബ്ബൈക വസഅദൈക യാ മൻ സയ്യന യൗമൽ ഖിയാമ, നിങ്ങളുടെ വിളിക്കുന്ന ഉത്തരം നിങ്ങളാണ് ഖിയാമത്തിന്റെ ദിനത്തിലെ അലങ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടുമ്പിനോട് ചോദിച്ചു, മൻ ഖലഖക, ആരാണ് നിന്നെ പടച്ചത്? ഉടുമ്പ് സംസാരിക്കുകയാണ്, മൻ ഫിസ് സമാഇ അർശുഹു വമൻ ഫിൽ അർളി സുൽത്താനുഹു വമൻ ഫിൽ ബഹരി സബീലുഹു വമൻ ഫിൽ ജന്നത്തി റഹ്മത്തുഹു വമൻ ഫിൻ നാരി അദാബുഹു. ആകാശത്തിൽ ഏതൊരുത്തനാണോ അർശുള്ളത്, ഭൂമിയിൽ ഏതൊരുത്തനാണോ ആധിപത്യമുള്ളത്, സമുദ്രത്തിൽ ഏതൊരുത്തനാണോ മാർഗങ്ങളെ നിശ്ചയിച്ചവൻ, സ്വർഗത്തിൽ ഏതൊരുത്തനാണോ അനുഗ്രഹങ്ങളെ നിശ്ചയിച്ചവൻ, നരകത്തിൽ ഏതൊരുത്തനാണോ ശിക്ഷ നിശ്ചയിച്ചവൻ, ആ അല്ലാഹുവാണ് എന്നെ പടച്ചത്. മൻ അന, ഞാൻ ആരാണ് എന്ന് ചോദിച്ചു. അന്ത റസൂലു റബ്ബിൽ ആലമീൻ വഖദ് അഫ്ലഹ മൻ സദ്ദഖക വഖദ് ഖാബ മൻ കദ്ദബക. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, നിങ്ങളെ സത്യപ്രവാചകനായി അംഗീകരിച്ചവൻ വിജയിച്ചു, നിങ്ങളെ കളവാക്കിയവൻ പരാജയപ്പെട്ടു. ഇത് കേട്ടപ്പോൾ അറാബി ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് അള്ളാഹു നമുക്ക് ദീൻ നൽകിയിരിക്കുന്നത്. ഈ ദീൻ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, കുടുംബബന്ധം ചേർക്കലാകട്ടെ, സാമ്പത്തിക വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളാകട്ടെ, ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം അനുകൂലമാക്കിയെടുക്കാനുള്ള മാർഗമാണ്. ദുനിയാവിൽ ആഖിറത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം അനുകൂലമാണ്. ഈ ദീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ഒരു പരിശ്രമം, ഒരു സംവിധാനത്തിന്റെ പേരാ തബ്ലീഗ് ദഅവത്ത്. അല്ലാതെ ഇതൊരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ ദഅവത്തിന്റെ ഈ പരിശ്രമം നമ്മൾ പുറപ്പെട്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഇത് യഖീനായി സ്ഥാപിക്കപ്പെടും. ഇന്ന് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഭൗതിക വസ്തുക്കളിലാണ് നമ്മൾ വിജയം കാണുന്നത്. വിജയമുണ്ടോ?
അപ്പോൾ അടുത്ത സമയത്ത് 2 ആഴ്ച മുമ്പ് ഞാൻ കായംകുളം ഒരു ഭാഗത്ത് ഇത് കണക്കി ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അവരെന്ത് ചെയ്ത് ആ പ്രദേശത്ത് മുസ്ലിമീങ്ങളൊക്കെ ഉണ്ട്, എല്ലാ മുസ്ലിമീങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് വന്ന് പറഞ്ഞാൽ 90% മുസ്ലിമീങ്ങൾ പ്രതിസന്ധിയിലാണ്. ഞാൻ ചോദിച്ചെന്താ കാരണം? പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ പട്ടിണിയില്ല, സൗകര്യങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാ 90% ആൾക്കാർ പ്രതിസന്ധിയിലായി പോയത്? അധികം പേരും മക്കൾ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടു കൂട്ടിയിരിക്കുക. പിന്നെ അധികം ആണുങ്ങളുടെ അവസ്ഥ ലഹരി, കഞ്ചാവ്, മയക്കുമരുന്നിൻ്റെ അടുത്താണ്. പിന്നെ അധികം പേര് ലോൺ എടുത്തിട്ട് വീടെല്ലാം ജപ്തിക്കാർ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതെല്ലാം എന്തിലൂടെ സംഭവിച്ചതാണ്? പൈസ ഇല്ലാഞ്ഞിട്ട് സംഭവിച്ചാണ്? അക്ഷരക്കൂട്ടങ്ങളുടെ ഡിഗ്രി ഇല്ലാഞ്ഞിട്ട് സംഭവിച്ചാണ്? ഇതെല്ലാം ഉണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അനുകൂലമാകേണ്ടുന്ന ദീനില്ല, അള്ളാന്റെ തീരുമാനം പ്രതികൂലമാകേണ്ടുന്ന ദീനില്ലായ്മയാണ് ഉള്ളത്. അതുകൊണ്ട് ഭൗതികമായി എല്ലാ ഏർപ്പാടുകളുണ്ട് എങ്കിലും, അധികാരമുണ്ട് എങ്കിലും, സമ്പത്തുണ്ട് എങ്കിലും, അക്ഷരക്കൂട്ടങ്ങളുള്ള ഡിഗ്രി ഉണ്ട് എങ്കിലും അള്ളാഹുവിന്റെ തീരുമാനം പ്രതികൂലമാകുന്ന ദീനില്ലായ്മ ഉണ്ടെങ്കിൽ തീരുമാനം പ്രതികൂലമായിരിക്കും. ഭയങ്കര അസ്വസ്ഥതയിലായിരിക്കും. അപ്പൊ ഈ ദീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇക്കാര്യം ആവർത്തിച്ച് പറയണം. ഇന്ന് പറയുന്നത് കേൾക്കുന്നതൊക്കെ കബളിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യത്തിൽ ലവലേശം കള്ളമില്ല. ഒരുപക്ഷെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ല എങ്കിലും ആ മുഴുവൻ കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് പറയണം, ജനങ്ങളോട് പോയി പറയും ദീനിലാ വിജയം, അള്ളാഹുവ എല്ലാ കാര്യം നടത്തും. ഇത് പറഞ്ഞ് 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 നമ്മുടെ ഹൃദയത്തിൽ യഖീനാകണം. ഇതിലൂടെ മനുഷ്യരിൽ ദീനുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ സഹാബാക്കളുടെ സംഘങ്ങളെ തയ്യാറാക്കി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ യാത്രയാണ്. നബിതങ്ങൾ തങ്ങളുടെ ജീവിതകാലത്ത് ചെയ്തു, സഹാബാക്കൾ നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ചെയ്തു. നബിതങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ധാരാളം സംഘങ്ങളെ നബിതങ്ങൾ യാത്രയാക്കി. ഹിജാസിന് മാത്രമല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, ആദ്യം വീട് നന്നാക്കിയിട്ട് ലോകം മുഴുവൻ. വീട്ടിലും ദഅവത്ത് ചെയ്യണം. എല്ലാവരും ദീനിലേക്ക് വന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നബിതങ്ങളുടെ പിതൃവ്യനായ അബൂ താലിബ് പോലും ദീനിലേക്ക് വന്നിട്ടില്ല. നബിതങ്ങൾ മറ്റാരും ദഅവത്ത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ ചുമ്മ എന്തെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ അള്ളാഹ് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് വീട്ടിൽ, കുടുംബത്തിൽ, നാട്ടിൽ, ലോകം മുഴുവൻ ദീൻ ഹയാത്താക്കുന്ന പരിശ്രമം ചെയ്യൽ. ആരാ ദീൻ ഹയാത്താക്കേണ്ടുന്നത്? നമ്മളല്ല, അള്ളയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ജമാഅത്തിനെ തയ്യാറാക്കി ഹമദാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ അയച്ചു. 6 മാസം ദഅവത്ത് ചെയ്തു. അലി റളിയല്ലാഹു അൻഹു പോയി കത്ത് വായിച്ചു കേൾപ്പിച്ചു. നിബിധങ്ങൾ എഴുതിയ ദഅവത്ത് കൊണ്ട് അവരുടെ ഹൃദയം എത്ര ഭാഗമായി എന്നാൽ എല്ലാവരും കലിമ പറഞ്ഞു മുസ്ലിമീങ്ങളായി. ഇതുപോലെ അൽഹംദുലില്ലാഹ് നമ്മുടെ സ്റ്റേറ്റിൽ ഒരു സമ്മേളനം തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാ സമ്മേളനം? അടുത്ത മാസം 22, 23 തീയതികൾ. എവിടെയാ തീരുമാനിച്ചിരിക്കുന്നത്? പെരുമ്പാവൂർ. നമ്മുടെ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാ. എത്രയോ മാസം മുമ്പ് പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു, ഇനി അടുത്ത് നിൽക്കുക അല്ലേ, എൻ്റെ എൻഡിൽ നിൽക്കുക. അതുകൊണ്ട് സമ്മേളനത്തിന് മുമ്പ് ധാരാളം ജമാഅത്തുകൾ പല പ്രദേശങ്ങളിൽ പോയി പരിശ്രമിക്കണം. ഇപ്പൊ എന്ത് ചെയ്ത് നിങ്ങളെല്ലാവരും എത്രയോ വട്ടം വന്ന് കണ്ട് വീണ്ടും വിളിച്ചാൽ നിങ്ങളിവിടെ കൂടിയത് അല്ലേ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ സമ്മേളനങ്ങൾക്ക് മുമ്പ് വലിയ ഒരു പരിശ്രമം നടക്കുകയാണ്. വീട് വീടാന്തോറും തീരദേശങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും കണ്ടുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ എന്ത് ചെയ്യുക, ദീനുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുവിച്ച് സമ്മേളനത്തിന്റെ ഈ മാഹോലിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും. 2 ദിവസം അവർ താമസിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വീണ്ടും ഈമാനിയായ ആവേശം. ആ സമ്മേളനത്തിലൂടെ അവർ ദീനു വേണ്ടി കബൂലായി ദീനിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ നേട്ടം നമുക്കുണ്ടാവും സാർ.